ഹായ്, പ്രിയപ്പെട്ടവരെ, ഇസ്മായിലാണ്, അബാബ് ട്രാവൽസ് ചെമ്മാട്. ഇന്ന് പാസ്പോർട്ട് സംബന്ധമായിട്ടുള്ള വീഡിയോ ആണ്. കഴിഞ്ഞ 2014 ഞാൻ പാസ്പോർട്ട് ആദ്യമായിട്ട് എടുക്കുന്നത്. അന്ന് അക്ബർ ട്രാവൽസിലായിരുന്നു. ഇന്ന് 2024 പാസ്പോർട്ട് പുതുക്കാൻ വേണ്ടിയിട്ട് മലപ്പുറം പാസ്പോർട്ട് ഓഫീസിൽ വന്നതാണ്. അപ്പോൾ അതിൻ്റെ അനുഭവങ്ങളൊന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ ഏകദേശം ഞങ്ങൾ മലപ്പുറത്ത് എത്താനായിട്ടുണ്ട്. ഇന്നാണ് എൻ്റെ പാസ്പോർട്ടിൻ്റെ ഡേറ്റ് കിട്ടിയിട്ടുള്ളത്. ഞാനും എൻ്റെ സുഹൃത്തും കൂടി ഏകദേശം മലപ്പുറത്ത് എത്തിയിട്ടുണ്ട്. പാസ്പോർട്ട് പുതുക്കാനായതുകൊണ്ട് തന്നെ എൻ്റെ പാസ്പോർട്ട്, പഴയ പാസ്പോർട്ട്, അതേപോലെ തന്നെ ആധാർ കാർഡ്, പാൻ കാർഡ്, വൈഫിൻ്റെ പേര് ചേർക്കാനുണ്ട്, മാരേജ് സർട്ടിഫിക്കറ്റ് എന്നുള്ള രേഖകളായിട്ടാണ് എത്തിയിട്ടുള്ളത്. പാസ്പോർട്ട് ഓഫീസിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് എന്നെക്കൊണ്ട് കഴിയുന്ന രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഈ പ്രൂഫുകളൊക്കെ ആയിട്ട് നമുക്കറിയാമല്ലോ, പാസ്പോർട്ടിൻ്റെ ഡേറ്റ് എടുത്തു കഴിഞ്ഞാൽ ഡേറ്റിൻ്റെ ഫോം, ഒറിജിനൽ പ്രൂഫ്, അതിനോട് കൂടെ തന്നെ നമ്മൾ ഒറിജിനലിൻ്റെ കോപ്പി എടുത്ത് കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ടൈം ആകുമ്പോൾ പാസ്പോർട്ട് ഓഫീസിൽ എത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പാസ്പോർട്ട് ഓഫീസ് മലപ്പുറത്ത് എത്തിയിട്ടുണ്ട്. പാസ്പോർട്ട് ഓഫീസിൽ കയറുക, അതേപോലെ തന്നെ നമ്മൾ പാസ്പോർട്ടിൻ്റെ ഫോം സബ്മിറ്റ് ചെയ്യുക, എന്നിത്യാദി കാര്യങ്ങളാണ് നമുക്ക് ഇനി ചെയ്യാനുള്ളത്. അപ്പോൾ ആ കാര്യങ്ങൾ കൂടി നമ്മൾ കാണിക്കാം. ഇതാണ് പാസ്പോർട്ട് ഓഫീസ്, മലപ്പുറം പാസ്പോർട്ട് സേവാ കേന്ദ്ര കുന്നുമ്മൽ. സേതിലും ഞാനും കോപ്പി എടുക്കാനുള്ള ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുടെ കോപ്പിയൊക്കെ എടുത്തു സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നേരെ പാസ്പോർട്ട് ഓഫീസിൽ കയറിയാൽ മതി. പാസ്പോർട്ട് ഓഫീസിൻ്റെ അടുത്ത് തന്നെ ഒരുപാട് ട്രാവൽസുകളുണ്ട് നമുക്ക് സൗകര്യപ്രദമായിട്ടുള്ള. പാസ്പോർട്ട് ഓഫീസിൻ്റെ ഫ്രണ്ടേജാണ്, രാവിലെ തന്നെ ആയതുകൊണ്ട് തന്നെ തിരക്ക് അത്യാവശ്യം ഇപ്പോൾ തന്നെ ഉണ്ട്. ഫ്രണ്ടിൽ കാണുന്ന സെക്യൂരിറ്റി ഉണ്ടാവും, സെക്യൂരിറ്റിക്കാരന് നമ്മൾ ഫോം കാണിച്ചു കൊടുത്തുകൊണ്ട് ടൈം ആയി കഴിഞ്ഞാൽ ഉള്ളിലേക്ക് കയറുക എന്നുള്ളതാണ്. ഇതാണ് പ്രിയപ്പെട്ടവർ എൻ്റെ ഫോം. ഞാൻ മേലെ വെച്ചിട്ടുള്ള ഫോം തത്കാലമായിട്ട് അർജൻറ്റായിട്ട് പാസ്പോർട്ട് കിട്ടേണ്ട കേസിന് ഈ ഒരു ഫോം വെക്കണം. ബാക്കിയുള്ളത് നമ്മൾ പാസ്പോർട്ടിൻ്റെ കോപ്പികൾ, നമ്മളെ ബാക്കിയുള്ള ഡോക്യുമെൻസിൻ്റെ കോപ്പികൾ, അത് 1 by 1 ആയിട്ട് ഓരോന്നും വെച്ചുകൊണ്ട് ഉള്ളിൽ കയറുക. ഫസ്റ്റ്ലി നമ്മളെ ഉള്ളിലേക്ക് കയറ്റി വിട്ട് കഴിഞ്ഞാൽ, സെക്യൂരിറ്റി ഉള്ളിലേക്ക് കയറ്റി വിട്ട് കഴിഞ്ഞാൽ 1 to 10 ഇടയിലുള്ള ഏതെങ്കിലും കൗണ്ടർ നമ്പർ പറയും. ആ കൗണ്ടറിൽ ഏതെങ്കിലും ഒന്നിൽ നമ്മൾ പോയി നിൽക്കുക. അവർ പറയുന്ന കൗണ്ടറിൽ പോയി നിൽക്കുക. അവിടെ നമ്മൾ ഡോക്യുമെൻറ്റേഷനൊക്കെ ക്ലിയർ ചെയ്യും. ഏതാ ഡോക്യുമെൻറ്റ്സ് ഏതാണോ, ഇനി ഏതെങ്കിലും കുറവുണ്ടെങ്കിൽ കൂടുതലുണ്ടെങ്കിലൊക്കെ നമ്മളോട് പറയും. ടോക്കൺ നമ്പറും കിട്ടും. ആ ടോക്കൺ നമ്പർ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കൗണ്ടറിൽ പിന്നെ പോവുക. നമ്മൾ നെക്സ്റ്റ് പോകുന്ന കൗണ്ടറിൽ നമുക്ക് നമ്മളെ ടോക്കൺ നമ്പർ വിളിക്കും, സ്ക്രീനിൽ കാണിക്കും. സംശയം ഉണ്ടെങ്കിൽ അവിടെ സ്റ്റാഫ് ഉണ്ടാവും, അവരോട് ചോദിക്കാം. എന്നിട്ട് അവർ പറയുന്ന കൗണ്ടർ ഏതാണോ ആ കൗണ്ടറിലാണ് നമ്മൾ നെക്സ്റ്റ് പോകേണ്ടത്. ഈ കൗണ്ടറിൽ നിന്നാണ് നമ്മളെ ഫോട്ടോ എടുക്കുന്നതും നമ്മളെ കൈയിൻ്റെ സ്കാന്, കണ്ണിൻ്റെ സ്കാന് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ ഈ കൗണ്ടറിൽ നിന്നാണ്. കൗണ്ടറിൽ നിന്ന് നെക്സ്റ്റ് അവർ പറയും ഏതാണ് കൗണ്ടർ എന്നുള്ളത്. ബിയിൽ പോയിട്ട് നമ്മളെ ഡോക്യുമെൻറ്റേഷൻ ഒക്കെ ഒന്ന് കൊടുത്ത് പെട്ടെന്ന് തന്നെ അവിടുത്തെ പരിപാടി കഴിയും. പിന്നെ നമ്മൾ പോകേണ്ടത് കൗണ്ടറാണ്. കൗണ്ടറിലും പ്രത്യേകിച്ച് പ്രോഗ്രാംസ് ഒന്നുമില്ല. ആദ്യം ചെയ്ത പോലെ ഒന്ന് ചെക്ക് ചെയ്യുക, എന്തെങ്കിലും തെറ്റോ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു തരാം എന്നുള്ളതാണ്. ഈ കൗണ്ടറിലേക്ക് പോകുന്നതും അതേപോലെ തന്നെ ബി കൗണ്ടറിലേക്ക് പോകുന്നതൊക്കെ നമ്മൾ അവിടെ പോയിട്ട് ലോഞ്ചിൽ ഇരിക്കണം. അവിടെ സ്ക്രീനിൽ ടോക്കൺ കാണിക്കുന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. ഞാൻ പോയെന്ന് ഭയങ്കര തിരക്കായിരുന്നു, നല്ല റഷ് ഉണ്ടായിരുന്നു. പരിപാടി കഴിഞ്ഞു കേട്ടോ. കുറച്ച് സമയം എടുത്തു. സിസ്റ്റം ഡൗൺ ആയതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുറച്ച് നേരം ഒന്ന് കുടുങ്ങി. വേറെ വിഷയങ്ങളൊന്നുമില്ല. പിന്നെ സെയിലിക്കൊക്കെ എന്തോ ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു പാസ്പോർട്ട്? കുഴപ്പമൊന്നുമില്ല. ഫസ്റ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞ് രണ്ടാമത്തെ വെരിഫിക്കേഷൻ എത്തിയ സമയത്ത് മാരീഡ് ആണോ എന്ന് ചോദിച്ചു. മാരീഡിൻ്റെ ഒരു ചെറിയ വിഷയം ഉണ്ടായിരുന്നു. മാരേജ് സർട്ടിഫിക്കറ്റ് റെഡി ആവാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഐഡിയപരമായിട്ട് ക്ലിയർ ചെയ്തിട്ടുണ്ട്, റെഡിയായി കിട്ടി. പാസ്പോർട്ട് നമുക്ക് ക്യാൻസൽ അടിച്ച് ഡോട്ട് ഒരു ചെറിയ ഹോൾട്ട് ആണ് തന്നിട്ടുണ്ട്. പലരും ചോദിക്കാറുണ്ട് പാസ്പോർട്ട് ക്യാൻസൽ ചെയ്ത് കയ്യിൽ തന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ പാസ്പോർട്ട് ആവശ്യമുണ്ടോ, നമുക്ക് ഒഴിവാക്കി കൂടെ എന്നുള്ളത്. അപ്പോൾ അത് ഒഴിവാക്കാതിരിക്കുന്നതാണ് നല്ലത്. നമുക്കിപ്പോൾ ഇതിൽ എഴുതി കാണിക്കുന്നുണ്ട് പാസ്പോർട്ട് ക്യാൻസൽഡ് വിസ ഇഫ് എനി റിമെയിൻസ് വാലിഡ് എന്ന് വെച്ച് കഴിഞ്ഞാലേ, ഈ പാസ്പോർട്ട് എന്തെങ്കിലും നമുക്ക് യൂറോപ്യൻ വിസകൾക്കൊക്കെ നമ്മളെ മുന്നേ യാത്ര ചെയ്ത ഡീറ്റെയിൽഡുകൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു പ്രൂഫായിട്ടൊക്കെ അത് കാണിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ പാസ്പോർട്ട് ക്യാൻസൽ ചെയ്ത് കൈ തന്നു കഴിഞ്ഞാലും അത് ഒഴിവാക്കാതെ സൂക്ഷിച്ച് വെക്കുന്നത് നല്ലതാണ്. പിന്നെ അതേപോലെ തന്നെ കുട്ടികളേറ്റ് പാസ്പോർട്ട് ഓഫീസിൽ ഉള്ളിൽ കയറാതിരിക്കുന്നത് നല്ലതാണ്. കാരണം അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലും സിസ്റ്റം ഡൗൺ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് അത് ബുദ്ധിമുട്ടാണ്. നല്ല തിരക്കായിരുന്നു, നല്ല റഷായിരുന്നു, നല്ല ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടെന്ന്.
അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ വയസ്സായ ആൾക്കാരൊക്കെ ഉള്ളിൽ കയറ്റുമ്പോൾ കൂടെ ഒരാളും കൂടി കയറുക. പിന്നെ നോർമൽ പാസ്പോർട്ട് എടുത്ത് ഉള്ളിൽ കയറുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവരത് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഏകദേശം ഒരു 1/2-3 മണിക്കൂർ കൊണ്ടൊക്കെ കഴിഞ്ഞ്, അഥവാ എ കൗണ്ടറിലും ബി കൗണ്ടറിലും സി കൗണ്ടറും കഴിഞ്ഞ് ഇറങ്ങാൻ പറ്റും. അതേ സ്ഥാനത്ത് റീഇഷ്യൂവിൻ്റെ കേസാണെന്നുണ്ടെങ്കിൽ അത് കുറഞ്ഞ ടൈം എടുക്കും. ഒരു ഇന്നിപ്പോൾ നമുക്ക് സംഭവിച്ച പോലെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഏകദേശം ഒരു 9:30 മണിക്ക് കയറിയിട്ട് 1:30 മണിയായിട്ടുണ്ട് ഞങ്ങൾ പുറത്തിറക്കുമ്പോൾ. കാരണം അത് ഇടയിലൊന്ന് സിസ്റ്റം ഡൗണിൻ്റെ ഒരു പ്രോബ്ലം പറഞ്ഞിരുന്നു. അതിൻ്റെ കേസിലും പിന്നെ സെയ്ദലവിയുടെ മാരേജ് സർട്ടിഫിക്കറ്റിൻ്റെ വിഷയത്തിലായിരുന്നു അത്. ബാക്കി എല്ലാ കാര്യങ്ങളും സെറ്റായിരുന്നു. ഓക്കെ, താങ്ക് യു. ഈ വർഷത്തെ അഹ്ബാബ് ട്രാവൽസിൻ്റെ ഹജ്ജ് ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾ അറിവിൽ ആരെങ്കിലും ഹജ്ജ് ഈ വർഷം ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അഹ്ബാബ് ട്രാവൽസിനുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടി പറയാം. ഓക്കെ, താങ്ക് യു.